ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടമ്മമാർക്ക് എല്ലാ ഉപകാരമുള്ള കിച്ചൺ ക്ലീനിങ്ങാണ്. രാത്രിയുള്ള അടുക്കളയിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ രാത്രി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടല്ലേ ക്ലീനിങ് തോന്നുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റെപ്പ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തോന്നും. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഫുഡ് കഴിക്കുമ്പോൾ മാക്സിമം നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ നോക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് കഴിച്ച് നമ്മൾ പാത്രം കഴുകി വീണ്ടും കഴിക്കണം, പാത്രം കഴുകണം, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എപ്പോഴും പാത്രം കഴുകിയൊക്കെ നിൽക്കുമ്പോൾ ഒന്നാതെ നമുക്ക് പാത്രം കഴുകാനാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാക്സിമം നമ്മൾ അമ്മമാരും ബാക്കിയുള്ളവരിരുന്ന് കഴിക്കുമ്പോൾ കൂടെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഫുഡുകളൊക്കെ കാണുമല്ലോ രാത്രി, അങ്ങനെയുള്ളതെല്ലാം കോരി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക കേട്ടോ. എന്തായാലും നമ്മൾ പുറത്തിട്ടുന്ന അത് ചീത്തയായി. ഇപ്പോൾ പട്ടിക്ക് കൊടുക്കാനുള്ളതായാലും കോഴിക്ക് കൊടുക്കാനുള്ളതായാലും ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. ഇല്ലെങ്കിൽ രാവിലെ ആകുമ്പോൾ വല്ലാത്ത സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ബാക്കി വന്നതെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. പിന്നെ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂവെങ്കിൽ അത് വെള്ളം ഒഴിച്ച് ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ലതായിട്ട് ഇരിക്കും. രാവിലെ എന്തിനെങ്കിലുമൊക്കെ കൊടുക്കാം. പിന്നെ നമ്മൾ അവിടെ എവിടെയൊക്കെ നമ്മൾ മക്കൾ ചിലപ്പം ഡൈനിങ് ടേബിളിൽ കഴിക്കണവരുണ്ട്, ടി വി കാണുന്നിടത്ത് കഴിക്കണവരുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അതാത് സ്ഥാനത്ത് നിന്ന് പറക്കി നമ്മൾ പാത്രം കഴുകുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക കേട്ടോ. പാത്രങ്ങളിപ്പോൾ ഇവിടെ എൻ്റെ മക്കൾ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അവർ കഴിച്ചിട്ട് അവർ തന്നെ കൊണ്ട് അവിടെ വയ്ക്കും. പിന്നെ മോൾ അവളെ പാത്രമൊക്കെ കഴുകി വയ്ക്കും. അപ്പോൾ വലിയ കുട്ടികളുള്ളവർ പറഞ്ഞ് പഠിപ്പിക്കുക മക്കളടുത്ത്, ഇങ്ങനെ കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കിച്ചണിൽ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ കഴുകി ശീലിപ്പിക്കുക കേട്ടോ അവരെയൊക്കെ കൊണ്ട്. അങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് ഫുഡ് വേസ്റ്റും എന്തെങ്കിലുമൊക്കെ കഴിച്ച വേസ്റ്റൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇന്നിവിടെ രാത്രി കഴിക്കാൻ വേണ്ടി പുട്ടും പഴവും പിന്നെ മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കഴിച്ചത്. പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ചോറും മെഴുക്ക് പുരട്ടി അങ്ങനെ കുറച്ച് മുട്ട റോസ്റ്റ് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്നതാണ് ഞാൻ എടുത്ത് നേരത്തെ മാറ്റി ഫ്രിഡ്ജിലോട്ട് വെച്ചത്. അപ്പം ഞാനത് കഴിച്ച് ബാക്കിയുള്ളവർ പുട്ടും ഏത്തപ്പഴവും പിന്നെ മുട്ടയൊക്കെയായിരുന്നു. രാത്രി കൂടുതൽ ഇവിടെ നമ്മൾ കാപ്പിയാണ് ഉണ്ടാക്കുന്നത്. അഥവാ ഞാൻ മാത്രമേ ചോറ് കഴിക്കണമെങ്കിലും കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന വേസ്റ്റ് ഇത് ഞാൻ എടുത്ത് ഇതുപോലെ വേസ്റ്റ് ഇടുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. ഇത്രയും വലിയ ബോട്ടിൽ ഞാൻ വയ്ക്കാറുള്ളൂ, തീരെ വലുത് വയ്ക്കാറില്ല കേട്ടോ. എങ്കിൽ പിന്നെ അവിടെ തന്നെ അതങ്ങ് ഇരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ തൊട്ട് ഈ വൈകുന്നേരം വരെയുള്ള ഒരു സന്ധ്യയാകുമ്പോൾ എല്ലാം എടുത്ത് കളഞ്ഞ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ സമയത്ത് രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഇതുപോലെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് വച്ചിരിക്കും. നമുക്ക് എന്തെങ്കിലും അടുക്കളത്തോട്ടങ്ങൾ കാണുമല്ലോ, ചെറിയ മുളക് കൃഷി, അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില, അങ്ങനെ വാഴ, അങ്ങനെയൊക്കെ ഉള്ളതിന് ഇത് എടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുക്കള നല്ല വൃത്തിയായിട്ടിരിക്കുമല്ലോ. ഇല്ലെങ്കിൽ വലിച്ച് വാരി ഇങ്ങനെ ഓരോ പാത്രത്തിനകത്തൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് കാണുമ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് പ്രത്യേകിച്ച് വയ്ക്കും. പിന്നെ ഫുഡ് ഐറ്റം ഉണ്ടെങ്കിൽ അതും മാറ്റി പ്രത്യേക ഒരു ബോക്സിനകത്തോ എന്തെങ്കിലും ആക്കി അങ്ങ് അടച്ച് വയ്ക്കും. ഇല്ലെങ്കിൽ രാത്രി പ്രത്യേകിച്ച് നമ്മളെ പാറ്റ, പല്ലി ഇതൊക്കെ വരുന്നത് കൂടുതലും നമ്മുടെ അടുക്കളയിൽ ഫുഡ് വേസ്റ്റൊക്കെ കിടക്കുമ്പോഴാണ് അത് വീട്ടിൽ നിന്ന് മാറാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഫുഡ് വേസ്റ്റ് മാക്സിമം എല്ലാം അടച്ച് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നമ്മൾ അടുക്കളയിൽ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ അടുക്കളയാണ്. അപ്പം നമ്മൾ അടുക്കള എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുക. പ്രത്യേകിച്ച് രാത്രി നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളായിരിക്കും വൃത്തിയാക്കാനൊക്കെ. എന്നാലും നമ്മൾ തീരുമാനിക്കുക ക്ലീൻ ചെയ്തിട്ടേ, ഇപ്പോൾ എത്ര മണിയായാലും നമ്മൾ ക്ലീൻ ചെയ്തിട്ടേ കിടക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചു. ഒരാഴ്ചയൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് അടുക്കള ക്ലീൻ ചെയ്യാതെ കിടക്കാനേ പറ്റത്തില്ല. എത്ര വയ്യെങ്കിലും എത്ര രാത്രിയായാലും അത് നമ്മളൊരു ശീലമായിട്ടങ്ങ് മാറും. അത് ഞാനും അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ എത്ര സമയമായാലും നമുക്ക് അടുക്കളയിൽ നിന്ന് പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വച്ചിട്ടേ പോകാൻ തോന്നത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നെങ്കിൽ പാത്രങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ, ഇനി പാത്രങ്ങളല്ലേ ഉള്ളൂ സിങ്കിൽ. അപ്പോൾ കുറച്ച് സമയം ചെന്ന് ഇപ്പോൾ ടി വി ആണേ, അപ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവിടെ ചെന്നിരുന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ വന്ന് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക. നമ്മളെല്ലാം ബാക്കിയെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ചെയ്തിട്ട് കഴുകാനുള്ള പാത്രം എല്ലാം കൊണ്ട് സിങ്കിലൊക്കെ ഇട്ടപ്പം പിന്നെ ബാക്കി പാത്രം ക്ലീനിങ്ങല്ലേ ഉള്ളൂ. അപ്പം ഞാനും അങ്ങനെയാണ്. ചിലപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ളതെല്ലാം എടുത്ത് സിങ്കിനകത്ത് വെച്ചിട്ട് കുറച്ച് സമയം എല്ലാവരും ഇരിക്കുന്നിടത്ത് പോയിരുന്ന് കുറച്ച് നേരം സംസാരിച്ച് ടി വിയൊക്കെ കണ്ടിട്ട് പിന്നെ വന്ന് പാത്രങ്ങളും കൂടെ കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ പിന്നെ അത്ര നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല.
പിന്നെ എനിക്കിന്ന് പുട്ടും പഴമൊക്കെ ആയതുകൊണ്ട് അധികം ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പാത്രങ്ങളും ക്ലീൻ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചിലപ്പോൾ രാവിലത്തേക്ക് വേണ്ടി ഞാൻ കടലക്കറിയോ കിഴങ്ങ് കറി ഗ്രീൻ ബീൻസ് കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കും. അപ്പോൾ രാത്രി ഇത്തിരി കൂടുതൽ വെച്ചിട്ട് രാവിലെ എടുക്കും, അങ്ങനെ ചെയ്യും. ചിലപ്പോൾ രാത്രി ത്തേക്ക് വേണ്ടി രാവിലെ വയ്ക്കുമ്പം രാവിലെ കുറച്ച് കൂടുതൽ വയ്ക്കും. അങ്ങനെ മാറ്റി മാറ്റിയൊക്കെ വയ്ക്കുമ്പം നമുക്ക് ജോലി എളുപ്പമാവും. അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇത് രാത്രിയിൽ പുട്ടും ഏത്തപ്പഴവും കൂടെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഒരു മുട്ടയും കൂടെ പുഴുങ്ങി കൊടുക്കുമ്പോൾ അത് കഴിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എനിക്ക് രാവിലെ കടലക്കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് പിന്നെ രാത്രി വേറൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നില്ല കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്ക് ഇന്ന് ക്ലീനിങ്ങും കാര്യങ്ങളില്ല. നമ്മൾ ഒരുപാട് ജോലികളും കുക്കിങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അതിൻ്റേതായതായിട്ട് ബുദ്ധിമുട്ടും കാണും. എന്നാലും എന്തെങ്കിലും നമ്മൾ പറയില്ല, തളരില്ല ദാസ തളരില്ല എന്ന് പറയും പോലെ മനസ്സിൽ എന്തുപോലെ വന്നാലും നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടേ കിടന്നുറങ്ങുള്ളൂ എന്ന് തീരുമാനിക്കട്ടെ. ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടിട്ട് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനേ നല്ല ഇൻട്രസ്റ്റും ആയിരിക്കും. പിന്നെ കിച്ചൺ അങ്ങ് വൃത്തിയേടാക്കാനും നമുക്ക് തോന്നത്തില്ല. ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന കിച്ചൺ നല്ല വൃത്തിയായിട്ട് വയ്ക്കാനേ നമുക്ക് വീണ്ടും തോന്നത്തുള്ളൂ. നല്ല ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് രാവിലെ നമ്മൾ എണീറ്റ് വരുമ്പോൾ കിച്ചൺ കിടക്കുമ്പോൾ ഒരു പ്രത്യേകതയില്ലേ, അങ്ങനെ കണ്ട് കണ്ട് ശീലിച്ച് വരുമ്പോൾ നമ്മൾ താനെ വൈകുന്നേരം രാത്രി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാറാണ് പതിവ്. അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് സിങ്കെല്ലാം ഒന്ന് വൃത്തിയാക്കി ഇടണം. പിന്നെ ഞാൻ തറയൊന്നും തൂക്കുക അങ്ങനെ തുടയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേട്ടോ. രാത്രി സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞാൻ സന്ധ്യയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ രാവിലെയോ ആണ് തൂക്കുന്ന പരിപാടി മൊത്തം. രാത്രി പാത്രം കഴുകൽ ഇതുപോലെ കിച്ചൻ്റെ സ്ലാവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുക, സിങ്ക് ക്ലീൻ ചെയ്തിടുക. പിന്നെ നമ്മുടെ സ്റ്റൗവൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചിടുക. ഞാൻ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ അടിയൊന്ന് തുടച്ചിടുക. നമ്മൾ ശ്രദ്ധിക്കാറില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ വീണതൊക്കെ കാണും. പിന്നെ പാറ്റിയും പല്ലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതെല്ലാം തുടച്ചതാണ് കിച്ചണെല്ലാം നല്ല നീറ്റായിട്ട് കിടക്കണം കേട്ടോ. ഇനി രാവിലത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ കടലക്കറി വയ്ക്കണം. പിന്നെ കുറച്ച് ദോശയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിലുണ്ട്, അതുകൊണ്ട് കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു. ഇനി അതൊന്ന് കുതിരാൻ വേണ്ടി ഇടാമെന്ന് വിചാരിച്ച് വെള്ളത്തിൽ. പിന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് അടുക്കളയിൽ വരുമല്ലോ കുടിച്ച്, ആ സമയത്ത് പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് തേങ്ങയൊക്കെ ചിരികിയൊക്കെ വയ്ക്കുക. അപ്പോൾ ഈ രാത്രി എല്ലാം കൂടെ പാടില്ല, നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളല്ലേ കാണുള്ളൂ. അങ്ങനെ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യാനും ജോലികൾ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇടുക കേട്ടോ. ഒരു ഹാർട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ഹാർട്ടൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ വന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി, അത്രയും നീറ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.